കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഫൈസലിനെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ എനിക്കൊരു വലിയ പന്തി തോന്നിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഫൈസലിൻ്റെ കൂടെയായി മാറുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഞാൻ പിറകോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ആ റിസൾട്ട് വരുമ്പോൾ ഒരു 0 വോട്ട് അങ്ങനെ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ട്. കൊടുവള്ളി നഗരസഭയിൽ ഡിവിഷൻ 26 കടേക്കുന്നിൽ മത്സരിക്കുന്ന OP റഷീദ് നാഷണൽ ലീഗിന്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന എവിടെ എത്തി? പ്രചാരണമൊക്കെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? യെസ്, രാവിലെ തന്നെ തുടങ്ങി. ഇന്നലല്ലേ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചത്? ഇന്നലെ കൺവെൻഷൻ്റെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ വീടിരിക്കുന്ന വാർഡ് തന്നെയാണ് മത്സരിക്കുന്നത്. അതെ അതെ അതെ. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ട് നമ്മുടെ മുമ്പിൽ. അതായത് OP റഷീദാണ് അവിടെ LDFിന്റെ സ്ഥാനാർത്ഥി, ഔദ്യോഗിക സ്ഥാനാർത്ഥി. പക്ഷെ വിജയിക്കുന്നത് സ്വതന്ത്രനായിട്ട് നിന്ന ഫൈസലാണ്. അത് എങ്ങനെയാണ് അന്ന് 0 വോട്ടാണ് കിട്ടിയത്? അത് വല്ലാത്തൊരു ഓർമ്മയായിട്ട് ഇപ്പോഴും ഉണ്ടാവും മനസ്സിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഫൈസലിനെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് വലിയ പ്രചരണങ്ങൾ വന്നു. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഫൈസലിൻ്റെ സ്ഥാനാർത്ഥിത്വം അന്ന് മരവിപ്പിച്ചത്. പിന്നീട് LDFിൻ്റെ ജില്ലാ കമ്മിറ്റിയാണ് ചുണ്ടപ്പുറത്ത് അന്ന് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഞാൻ വന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ എനിക്കൊരു വലിയ പന്തി തോന്നിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫൈസലിന് അത്രയും മാത്രം ആളുകൾ അത് ഇഷ്ടപ്പെട്ടിരുന്നു. ചുണ്ടപ്പുറത്തുകാർ മാത്രമല്ല, കൊടുവള്ളിയിലൊരു വലിയ വൈകാരികത ആയി ആ വിഷയം മാറിയിരുന്നു. ഫൈസൽ മത്സരിക്കണം, ഫൈസൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ സ്ഥാനാർത്ഥിയായിട്ട്, ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ട്, എല്ലാവരുടെയും പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഫൈസൽ മാറുകയായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പം യഥാർത്ഥത്തിൽ LDFിന് അവിടെ ഒരു പ്രസക്തി ഇല്ലാതെയായി മാറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. എല്ലാവരും ഫൈസലിൻ്റെ കൂടെയായി മാറുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഞാൻ പിറകോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ആ റിസൾട്ട് വരുമ്പോൾ ഒരു 0 വോട്ട് അങ്ങനെ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു വോട്ട് വളരെ നിർണായകമായിരുന്നു. അവിടെ കാരാട്ട് ഫൈസൽ ജയിക്കൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനിവാര്യമായി മാറിയിരുന്നു. അപ്പോൾ LDFിൻ്റെ വോട്ടുകൾ എനിക്ക് കിട്ടുമായിരുന്നു. അവിടെ പിന്നെ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ടിരുന്നല്ലോ. LDFിൻ്റെ വോട്ടുകളൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് അവിടെ വോട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ആളുകളുടെ ഒരു താല്പര്യം ഫൈസൽ ജയിക്കണം എന്നുള്ളതാണ്. അതായത് OP റഷീദിന് ആ വാർഡിൽ അല്ലെങ്കിൽ ഡിവിഷനിൽ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ താങ്കളും ഫൈസലിന് ചെയ്യുമായിരുന്നു എന്നാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും അതൊരു വിമത പ്രവർത്തനമായിട്ടല്ലേ വരിക? കാരണം എന്ന് വെച്ചാൽ അവിടെ LDF ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വെക്കുന്നു, ഫൈസൽ വിമതനായിട്ട് അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനായിട്ട് അതിനെതിരെ മത്സരിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിജയിക്കുന്നു, LDF പ്രവർത്തകരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു 0 വോട്ട് മറ്റേ ആൾക്ക് നൽകിക്കൊണ്ട് ഫൈസലിനും എല്ലാവരും വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് അന്ന് ഉണ്ടായത്. നമ്മളെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷേ റിസൾട്ട് വരുന്നവരെ തെരഞ്ഞെടുപ്പ് രംഗത്തൊന്ന് OP റഷീദ് മാറിയിട്ടുണ്ട്. ആദ്യം തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ തന്നെ മാറിപ്പോയിട്ടുണ്ട്. പ്രചരണം ഫസ്റ്റ് വന്ന് പിൻവലിച്ചൊന്നും ഇല്ല. അത് LDF തീരുമാനമല്ല. LDF ആ വിഷയത്തിൽ അന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണല്ലോ ഉള്ളത്. അത് സ്വാഭാവികമായിട്ട് മാറാൻ പാടില്ലല്ലോ. അന്ന് പിന്നെ CPMഉം CPI മാത്രമല്ല INL പ്രവർത്തകർ, അന്ന് ഇന്നിപ്പോൾ നാഷണൽ ലീഗാണ്, അന്ന് INL പ്രവർത്തകർ പോലും ഫൈസലിനാണ് വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെ ഇത്തവണ അങ്ങനെ ഒരു കാലുവാരലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ വളരെ ഉഷാറായിട്ടാണ്. അന്നറിയാലോ, അന്നൊരു നയമായിരുന്നു, ഒരു തന്ത്രമായിരുന്നു, ഒരു പൊളിറ്റിക്കൽ തന്ത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ അതിനെ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം കാരാട്ട് ഫൈസൽ ആ തന്ത്രം നമ്മൾ നടത്തിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്രയും പ്ലാനിങ് ആയിട്ട് ആ കാര്യങ്ങൾ നടന്നില്ലായിരുന്നെങ്കിൽ ഫൈസൽ തോറ്റുപോകുമായിരുന്നു. അപ്പോൾ അതൊരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു വലിയ താല്പര്യമാണ് അന്ന് യഥാർത്ഥത്തിൽ സംരക്ഷിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് രണ്ടാമത് വരുമ്പോൾ സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ തന്നെയാണ് എന്തായാലും ഉറച്ച പ്രതീക്ഷ ഉണ്ട് അല്ലേ? 100%. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡിവിഷൻ നേരത്തെ UDFിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച ഡിവിഷനാണ്. ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാൻ ഇവിടുത്തെ കൗൺസിലർക്കോ ഈ കൊടുവള്ളിയിൽ മുനിസിപ്പാലിറ്റി ഭരണകൂടത്തിനോ സാധിച്ചിട്ടില്ല. കൊടുവള്ളിയിൽ ഇപ്പോൾ അന്നത്തെ നിങ്ങളുടെ എതിരാളിയായിരുന്ന ഫൈസൽ ഇന്ന് ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും. കാരാട്ട് ഫൈസൽ മത്സരിക്കുന്നത് സൗത്ത് കൊടുവള്ളിയിലാണ്. കാരാട്ട് ഫൈസലിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ സജീവമായിട്ട് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും സജീവമായിട്ട് ഫീൽഡിലുണ്ട്.
നല്ല ഭൂരിപക്ഷത്തിന് കാരാട്ട് ഫൈസൽ അവിടെ വിജയിക്കും. കൊടുവള്ളി നഗരസഭ ഇത്തവണ UDF നിന്ന് LDF പിടിച്ചെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം കൊടുവള്ളിയിലൊരു മാറ്റത്തിന് വേണ്ടി ആളുകൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും. ഇപ്പോൾ അതിരാവിലെ തന്നെ പ്രചരണത്തിനിറങ്ങിയ OP റഷീദ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണത്തെ ഒരു അനുഭവം ഉണ്ടാവില്ല, അത് താൻ കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു തന്ത്രമായിരുന്നു, അത് വിജയിച്ചു, അത് ഫലം കണ്ടു എന്ന് തന്നെയാണ് OP റഷീദ് ഇപ്പോൾ പറയുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം T അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.